ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. മാതാവിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മാതാവിനെ പറ്റി ഞാൻ അനുഭവിച്ചറിഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഇത് ഞാൻ എൻ്റെ മാതാവിന് വേണ്ടി പറയുന്ന സാക്ഷ്യമാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് വേണേൽ കളയാതിരിക്കാം. പക്ഷെ എന്നിരുന്നാലും എൻ്റെ മാതാവ് എനിക്ക് തന്ന ആ ഓരോ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഞാൻ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ബാംഗ്ലൂരാണ് ഞാൻ നഴ്സിംഗ് പഠിക്കുന്നത്. എൻ്റെ ഈ കൃപാസന മാതാവിനെ പറ്റി ഞാൻ അറിഞ്ഞത് തന്നെ ഈ നഴ്സിംഗ് ജീവിതം തിരഞ്ഞെടുത്തപ്പോഴാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാനൊരു ദൈവവിശ്വാസിയൊന്നും അല്ലായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, മാതാവ് ഈശോടൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ ഒരു വലിയ ദൈവവിശ്വാസിയൊന്നും അല്ലായിരുന്നു. എൻ്റെ ലൈഫിൽ നഴ്സിംഗ് ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ സാധാരണ പോലെ തന്നെ പ്രാർത്ഥിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അറിയാം, നഴ്സിംഗ് ഒരു ബുദ്ധിമുട്ടേറിയ ഒരു വിഷയമാണ് ഫസ്റ്റ് ഇയറിലെ നഴ്സിംഗ് സബ്ജക്റ്റ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയറിൽ നഴ്സിംഗ് പഠിച്ച് എക്സാം 4 സബ്ജക്റ്റായിരുന്നു. അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി, സോഷ്യോളജി, ഈ 4 സബ്ജക്റ്റായിരുന്നു. ഈ 4 സബ്ജക്റ്റും നമ്മൾ സാധാരണ പോലെ തന്നെ പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചു, എഴുതുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, മാർക്ക് കിട്ടും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ക്ലാസ്സിലും സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുമ്പോൾ മാർക്കൊക്കെ കിട്ടാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു ഇത്തവണ മാർക്ക് കിട്ടും, ജയിക്കും എന്ന് ഓർത്തു. പക്ഷെ അവിടെ എൻ്റെ ധാരണകളെല്ലാം തെറ്റിച്ചുകൊണ്ട് എൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ഫെയിലായി. ആ 4 സബ്ജക്റ്റിനും ഞാൻ ഫെയിലായി. എന്നെ വളരെയധികം തളർത്തി വന്നായിരുന്നു ആ ഒരു റിസൾട്ട്. ജയിക്കും, പാസ്സാവും, നല്ല മാർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് ഈ ഒരു റിസൾട്ട് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഞാൻ ഫെയിലാവുമെന്ന്. അതും 91 പേരുള്ള ഞങ്ങളുടെ ക്ലാസ്സിൽ ആകെ 10 പേരെ ഫെയിലായുള്ളൂ. അതിൽ ഒരാളായിരുന്നു ഞാൻ. അന്ന് എന്നെ വളരെയധികം തളർത്തി. അങ്ങനെ ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി. അപ്പോൾ വേറൊരു പ്രശ്നം അവിടെ എനിക്ക് നേരിട വന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇയറിൽ ആദ്യത്തെ 4 സബ്ജക്റ്റ് കൂടാതെ പിന്നെ ഒരു 4 സബ്ജക്റ്റും കൂടെ എക്സ്ട്രാ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഒന്നിനൊന്നിന് ടഫായിരുന്നു എനിക്ക്. ആ ഇടയ്ക്കാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ മാറാനൊരു ഇടയായത്. അങ്ങനെ ഹോസ്റ്റൽ മാറാൻ ഇടയായതും ആണ് സത്യം പറഞ്ഞാൽ എൻ്റെ മാതാവിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയാൻ പറ്റിയത്. അങ്ങനെ ഹോസ്റ്റൽ മാറിക്കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ റൂമിൽ ടോട്ടൽ 4 പേരായിരുന്നു. ആ 4 പേരിൽ 2 പേര് കൃപാസന മാതാവിനെയൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾക്കാരായിരുന്നു അവർ. അപ്പം ഞാനിങ്ങനെ എൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേക്കും അവരാണ് എനിക്ക് മാതാവിനെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അവർ പറഞ്ഞു, കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, മാതാവ് അത്ഭുതം തരും, ഉറപ്പായിട്ടും തരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആദ്യത്തെ എൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അവിടെയാണ് എൻ്റെ ജീവിതം ആദ്യമായിട്ട് മാറി മറിഞ്ഞത്. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഉടമ്പടി എടുത്ത് എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചത്, ഈ സെമ്മിലെ ഫസ്റ്റ് ഇയറിലെ എല്ലാ എക്സാമും ഇനി എഴുതുന്ന സപ്ലൈ ഒറ്റയ്ക്ക് എനിക്ക് പാസ്സായി തരണമേ എന്നായിരുന്നു. അതും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് തിരികത്തിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലത്തെ 5:30 പ്രെയറും രാത്രിയിലത്തെ കിടക്കാൻ നേരത്തെ മുമ്പ് ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു. അങ്ങനെ ആ ഉടമ്പടി കൃത്യമായി പാലിച്ചതിൻ്റെ ഫലമായി ഫസ്റ്റ് ഇയറിലെ സപ്ലൈ എക്സാം വന്ന് ഫസ്റ്റ് ഇയറിലെ സപ്ലൈ എക്സാമും ആ ബാക്കിയുള്ള 4 സബ്ജക്റ്റും കൂടെ ചേർന്ന് എഴുതി ഞാൻ ഫുൾ പാസ്സായി. അത് എൻ്റെ ജീവിതത്തിലെ മാതാവ് തന്ന ഏറ്റവും വിലമതിക്കാനാവാത്തൊരു ഗിഫ്റ്റായിരുന്നു. എൻ്റെ മാതാവ് എനിക്ക് തന്ന ആ റിസൾട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ മാതാവ് എനിക്ക് ഇങ്ങനെ തരുമെന്ന്. അതോടുകൂടി ഞാൻ എൻ്റെ മാതാവിനെ പറ്റി എല്ലാവരോടും പറയാൻ തുടങ്ങി. ഞാനൊരു ദൈവവിശ്വാസം അല്ലാഞ്ഞിട്ട് പോലും സാധാ ദൈവവും മാതാവ് എന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ പിന്നെ മാതാവിനെ പറ്റി എല്ലാവരോടും പറയാൻ തുടങ്ങി. മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ, എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റിയൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ട് പറ്റാവുന്നവരെല്ലാവരും ഞാൻ മാതാവിൻ്റെ ഈ ഓരോ അനുഭവങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്ത് അവരോട് സാക്ഷ്യങ്ങൾ കാണാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ അവരെയൊക്കെ സഹായിച്ചു. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് മാതാവ് തന്ന ഒരു അനുഗ്രഹം. ഇനിയും ഉണ്ട് എൻ്റെ അനുഗ്രഹങ്ങൾ. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് ഇത്രയും ദൈർഘ്യമായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചത് നിർത്തുകയാണ്. ഇനി അടുത്ത 2ാമത്തെ പാർട്ടിലായിട്ട് ഞാൻ എൻ്റെ അടുത്ത അനുഗ്രഹം പറയുന്നതായിരിക്കും. ഇത് കേട്ട എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.